എല്ലാവർക്കും പ്രജൂസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പരിപ്പ് കറിയാണ്. ഇത് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും സെർവ് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. ഇത് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പരിപ്പ് കറി ഉണ്ടാക്കുവാനായി ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് തുവരപ്പരിപ്പാണ്, അതായത് 200 ഗ്രാം. ഇത് നന്നായി കഴുകിയെടുത്ത ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുക. തുവരപ്പരിപ്പിന് പകരമായി കടലപ്പരിപ്പ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇതുപോലെ പരിപ്പ് കറി തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി സ്ലൈസ് ചെയ്തത്, 3 പച്ചമുളക് നടുവേ മുറിച്ചത്, 2 തക്കാളി ചെറുതായി മുറിച്ചത്, 1 അല്ലി വെളുത്തുള്ളി, ഉപ്പ് 1.5 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെള്ളം 3 കപ്പ്. എത്രയാണോ പരിപ്പെടുത്തത് അതിൻ്റെ 3 ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം പ്രഷർ കുക്കർ അടച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. 2 വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് മാറ്റി വയ്ക്കുക. 15 മിനിറ്റ് ആകുമ്പോൾ പ്രഷർ കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ പരിപ്പ് നന്നായി വെന്തു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കടുക് താളിക്കാം. അതിനായി ഒരു ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് 2 ഉണക്കമുളക് പൊട്ടിച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴട്ടിയെടുക്കുക. ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് 2-3 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉള്ളി നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് നേരത്തെ വേവിച്ചു വെച്ച പരിപ്പിലേക്ക് ചേർക്കുക. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുക. ഈ പരിപ്പ് കറി റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ഓൾ.